ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൗ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക്സ് എന്നാണ്. എങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയാലോ. അപ്പം നമുക്കറിയാം 3 ഓർഗൻസ് ഉണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന്. എന്തൊക്കെയാണ് ആ 3 ഓർഗൻസ്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അല്ലേ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. വരൂ, കം ഓൺ ഡിയേഴ്സ്. ഓക്കെ, ഹൂ ഈസ് എൻ MLA? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ മെയിൻലി 18 വയസ്സ് തികഞ്ഞവർക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോവാം അല്ലേ. അപ്പോ ആ ഒരു ടൈമിൽ നമ്മൾ MLA മാരെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, MLA മാരെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ എന്ത് ചെയ്യും? വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. അപ്പോൾ MLA മാരെ സെലക്ട് ചെയ്യുന്ന എലക്ഷൻസ് നടത്താറുണ്ട് അല്ലെ. അപ്പോൾ ആരാണ് MLA എന്ന് നമുക്ക് നോക്കിയാലോ. എവിടെയാണ് MLAക്ക് റോൾ ഉള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹൂ ഇസ് എൻ MLA? ഇറ്റ് ഈസ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ. മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് MLAന്റെ ഫുൾ ഫോം. ഓക്കെ, MLA എന്ന് പറയുന്ന ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം എന്താണ് മക്കളെ? മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ മെമ്പറിനെയാണ് നമ്മൾ MLA എന്ന് പറയുന്നത്. അത് ആരാണ് ഇവരെ എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? ദേ ആർ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ അല്ലെ, ജനങ്ങളാണ് അല്ലെ അവരെ എലക്ട് ചെയ്യുന്നത്. പിന്നെയോ സെക്കൻഡ് പോയിന്റ് എന്താണ്? They then become the members of legislative assembly and also form the government അല്ലേ. നമ്മൾ അവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർ എന്തിന്റെ ഭാഗമായി മാറും? ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ ഭാഗമായി അവർ മാറും. എന്നിട്ട് അവർ സ്വന്തമായിട്ട് എന്ത് രൂപീകരിക്കും? സർക്കാർ രൂപീകരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹൂ ഇസ് MLA? MLAന്റെ ഫുൾ ഫോം എന്താ മക്കള് പറഞ്ഞേ? ഇറ്റ് ഈസ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലേ. അപ്പോ ഈ ഒരു MLAസിനെ ആരാണ് എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? നമ്മൾ പീപ്പിൾ ആണ് അല്ലേ. ഓക്കെ, പിന്നെ അവരെന്തിന്റെ ഭാഗമാണ് ആവുന്നത്? ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നതിന്റെ ഫുൾ ഫോം അല്ലേ. പിന്നെ അവരതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫോം ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് അല്ലെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ്, എവറി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് പറയുന്നത്. എല്ലാ സംസ്ഥാനത്തും എന്തുണ്ട്? ഒരു നിയമസഭയുണ്ട് അല്ലെ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. And each state is divided into different areas or constituencies. ഓരോ സ്റ്റേറ്റും എന്തായിട്ട് പല മണ്ഡലങ്ങളായിട്ടാണ് വേർതിരിച്ചത് എന്നാണ് പറയാറ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ് is divided into different areas or constituencies. പിന്നെയോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? The state of Himachal Pradesh is divided into 68 assembly constituency. ഓരോ സ്റ്റേറ്റിനും കുറെ മണ്ഡലങ്ങളുണ്ട്, കുറെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് എത്ര കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലീസ് ആണ് മക്കളെ ഉള്ളത്? 68 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലീസ് ആണ് അല്ലെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എവറി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഈച്ച് സ്റ്റേറ്റ് ഇസ് ഡിവൈഡഡ് into different areas or constituencies. Last point എന്താണ്? For example, the state of Himachal Pradesh is divided into 68 assembly constituencies എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഈ ഫ്ലോ ചാർട്ടിലൂടെ മനസ്സിലാക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണ് ഉള്ളത്: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അല്ലെ. ഇപ്പൊ ഈ ലെജിസ്ലേഷന്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഗവർണർ ആണ്. ഓക്കെ, അപ്പൊ ഗവർണറിന് ഏതൊക്കെയാണ് റോൾ പ്ലേ ചെയ്യാനുള്ളത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ലെജിസ്ലേറ്റീവ് കൗൺസിലിലും അദ്ദേഹത്തിന്റെ പവർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ MLAനെ തെരഞ്ഞെടുക്കുന്ന നേരിട്ട് എലക്ഷൻ നടത്തിയിട്ടാണ്. ഇക്കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ലോ മേക്കിംഗ് പ്രോസസ്സില് മെയിൻലി ഈ ഒരു ലെജിസ്ലേച്ചറിൽ എക്സിക്യൂട്ടീവിന്റെ പവറും ആർക്കാണ്? മെയിൻലി ഗവർണറാണ്. അതുകൂടാതെ ചീഫ് മിനിസ്റ്ററിനും എക്സിക്യൂട്ടീവ് ഇതിന്റെ പവേഴ്സ് ഉണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും പവേഴ്സ് ഉണ്ട്. പിന്നെയോ
പിന്നെ ഉള്ളത് എന്താണ്? ലോ മേക്കിംഗിൽ മെയിൻലി ജുഡീഷ്യറി, ഹൈക്കോർട്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആർക്കാണ് മക്കളെ ഉള്ളത്? കളക്ടർക്കാണ്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ കളക്ടർക്ക്. അപ്പൊ ലെജിസ്ലേഷന്റെ പവർ മെയിൻലി ഗവർണർക്കാണ്. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിട്ടാണ് ലെജിസ്ലേച്ചർ. രണ്ട് പാർട്സ് ഉണ്ട്, രണ്ട് ടൈപ്സ് ഓഫ് ലെജിസ്ലേച്ചർ ആണ്. ഏതൊക്കെ മക്കളെ? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുമ്പോൾ അതില് മെയിൻലി എലക്ഷൻസ് നടക്കാറുണ്ട് അല്ലെ. അതില് ഹു ഇസ് എൻ MLA എലക്ഷൻസും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടക്കാറുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഗവർണറുടെ വേറൊരു ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മൾ പറഞ്ഞു. ഇനി എക്സിക്യൂട്ടീവ് ഇതിൽ ഗവർണർക്ക് പവർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർക്ക് പവർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പവർ ഉണ്ട്. 1 2 3. ജുഡീഷ്യറി വരുമ്പോഴോ ലോ മേക്കിംഗ് ആണ് അല്ലെ. അപ്പൊ ജുഡീഷ്യറിയിൽ ഹൈക്കോർട്ടിന് ഉണ്ടാവും പവർ. പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷനിൽ മെയിൻ ലീഡർ ആരാണ്? നമ്മുടെ കളക്ടറാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ നെക്സ്റ്റ് സ്ലൈഡിലെ ഫസ്റ്റ് പോയിന്റ് അല്ലെ. ഫ്രം ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി, ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ദ പീപ്പിൾ എലക്ട് one representative who then becomes a member of legislative assembly. നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റിൽ തന്നെ കുറെ മണ്ഡലങ്ങളുണ്ട്, കുറെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് എന്നല്ലേ. അപ്പോ അവിടെ നിന്ന് നമ്മൾ ഒരു റെപ്രസെന്റേറ്റീവിനെയാണ് തെരഞ്ഞെടുത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയിലേക്ക് വിടുന്നത്. ആരെയാണ് അത്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLAസിനെ നമ്മൾ എലക്ട് ചെയ്തു, എന്നിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അയക്കുന്നു, എന്നിട്ട് എന്താണ്? അവര് സർക്കാർ രൂപീകരിക്കുന്നു. ഫ്രം ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ദ പീപ്പിൾ എലക്ട് വൺ റെപ്രസെന്റേറ്റീവ് who then becomes a member of legislative assembly അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. എ പൊളിറ്റിക്കൽ പാർട്ടി whose MLAs have won more than half the number of constituencies in a state can be said to be in a majority. എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള MLAs എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസുള്ള MLAs ആണ് ആ ഒരു മണ്ഡലങ്ങളിലുള്ള കുറെ മണ്ഡലങ്ങളിൽ ജയിച്ചിട്ടുള്ളത്. ആ ഒരു പാർട്ടിക്കായിരിക്കും എന്ത് വരിക മക്കളെ? ആ ഒരു പാർട്ടി ആയിരിക്കും മെജോറിറ്റി പാർട്ടി അല്ലെ. ഏത് പാർട്ടിക്കാണ് ഭൂരിപക്ഷം കൂടുതൽ അവര് എന്തായും മെജോറിറ്റി പാർട്ടിയായി അറിയപ്പെടും അല്ലെ, മെജോറിറ്റി പാർട്ടി. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. അപ്പോ ആർക്കും ആ കൂടുതൽ മണ്ഡലങ്ങളില് മെജോറിറ്റി ഏത് പാർട്ടിക്കാണോ അവരായിരിക്കും എന്ത് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്, അവരായിരിക്കും റൂളിംഗ് പാർട്ടി അല്ലെ. ആൻഡ് ബാക്കിയുള്ള മെമ്പേഴ്സ്, ബാക്കിയുള്ള പാർട്ടീസ് ഒക്കെ ഒപ്പോസിഷൻ ആയിട്ട് നിൽക്കും, പ്രതിപക്ഷമായി നിൽക്കും എന്നാണ് പറയുന്നത്. എന്താണ്? ദ പൊളിറ്റിക്കൽ പാർട്ടി ദാറ്റ് ഹാസ് ദ മെജോറിറ്റി ഈസ് കോൾഡ് ആസ് റൂളിംഗ് പാർട്ടി ആൻഡ് ദ മെമ്പേഴ്സ്, ഓൾ അതർ മെമ്പേഴ്സ് ആർ കോൾഡ് ഒപ്പോസിഷൻ പാർട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? എ പൊളിറ്റിക്കൽ പാർട്ടി whose MLAs have won more than half of the number of constituencies in a state can be said to be in a majority. And second point, the political party that has the majority is called as ruling party and all other members are called opposition party. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ സ്ലൈഡിൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് മക്കൾ നോക്കിക്കേ. ആൻഡ് കാൻഡിഡേറ്റ്സ് ഫ്രം വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് of Himachal Pradesh won 2017 assembly elections and become MLAs. Okay, വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള സ്ഥാനാർത്ഥികൾ ഹിമാചൽ പ്രദേശിലുള്ള 2017 അസംബ്ലി ഇലക്ഷനിൽ ജയിക്കുകയും MLAs ആവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഫസ്റ്റ് പോയിന്റില്. ഓക്കെ, പിന്നെയോ സെക്കൻഡിലോ? അങ്ങനെ the total number of MLAs in legislative assembly is 68. പല കോൺസ്റ്റിറ്റ്യുവൻസീസിൽ നിന്ന് കുറെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് കുറെ സ്ഥാനാർത്ഥികള് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്ക് വന്നിട്ടുണ്ട്. എത്ര പേരാണ് എലക്ട് ചെയ്ത് വന്നത്? 68 മെമ്പേഴ്സ് ആണ് അല്ലെ. എ പൊളിറ്റിക്കൽ പാർട്ടി വുഡ് ഹാവ് നീഡഡ് ടു ഹാവ് more than 34 MLAs in order to gain a majority. എന്ന് വെച്ചാല് ഒരു പാർട്ടിക്ക് കൂടുതൽ, ഒരു പാർട്ടിയിലുള്ള
മെമ്പേഴ്സ് കൂടുതൽ മണ്ഡലങ്ങൾ ജയിച്ചാൽ അത് മെജോറിറ്റി പാർട്ടി ആവും അല്ലെ, ബാക്കിയുള്ളതോ ഒപ്പോസിഷൻ പാർട്ടി ആവും. ഓക്കെ, അപ്പൊ മെജോറിറ്റി പാർട്ടിയിൽ എത്ര മെമ്പേഴ്സ് ജയിച്ചിരിക്കണം MLAs ആയിട്ട്? 34 MLAs എങ്കിലും ജയിച്ചാൽ മാത്രമേ അവര് മെജോറിറ്റി പാർട്ടി ആയിട്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മക്കളെ? First point, candidates from various political parties of Himachal Pradesh won 2017 assembly elections and become MLAs. And second point, since the total number of MLAs in the legislative assembly is 68, a political party would have needed to have more than 34 MLAs in order to gain a majority. ഹിമാചൽ പ്രദേശിലെ കാര്യമാണ് പറയുന്നത്. അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 2017 ഇലക്ഷൻ നടത്തിയപ്പോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 68 മെമ്പേഴ്സ് MLAs ഉണ്ടായിരുന്നു. അപ്പോ ഒരു പാർട്ടി മെജോറിറ്റി പാർട്ടി ആവണമെങ്കിൽ എത്ര MLAs ജയിച്ചിരിക്കണം? 34 MLAs വേണം. അപ്പോഴോ അത് റൂളിംഗ് പാർട്ടി ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇതാണ് 2070 എത്ര വോട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് അസംബ്ലി 2017 ഒരു പോളിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. എത്ര 44 സീറ്റാണ് ആർക്ക് കിട്ടിയത്? BJPക്ക് കിട്ടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 21 സീറ്റ്സ് ആണ് കിട്ടിയത്. ടോട്ടൽ 68. ഓക്കെ, അതേഴ്സ് 3 സീറ്റ്സ് ആണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഫ്ലോ ചാർട്ട് ബേസ്ഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് പറയാം. ഓക്കെ, ഇലക്ഷൻ 2017 ഇലക്ഷനെ കുറിച്ചാണ്. ദ ഭാരതീയ ജനതാ പാർട്ടി വിത്ത് 44 MLAs അല്ലെ, ഇതിൽ കണ്ടല്ലേ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി BJPക്ക് എത്ര MLAs കിട്ടി? എത്ര MLAs ജയിച്ചു കയറിയിട്ടുണ്ട്? 44 MLAs ജയിച്ചു കയറി അല്ലെ. ആൻഡ് ഹാഡ് ദ മെജോറിറ്റി ആൻഡ് ഇറ്റ് ബിക്കം റൂളിംഗ് പാർട്ടി. അപ്പൊ അതിനാണ് മെജോറിറ്റി അല്ലെ. എന്ന് വെച്ചാൽ 38 ഇതിന് കൂടുതലുള്ളതൊക്കെ എന്താണ്? മെജോറിറ്റി പാർട്ടിയാണ്, റൂളിംഗ് പാർട്ടിയാണ്. അവർക്ക് ഗവൺമെന്റ് രൂപീകരിക്കാം. ഇപ്പൊ ഇവിടെ ആർക്കാണ് റൂളിംഗ് പവർ ഉള്ളത്? BJPക്കാണ് അല്ലെ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, അപ്പൊ ബാക്കിയുള്ള പാർട്ടീസ് ഒക്കെ എന്താവും? ഒപ്പോസിഷൻ പാർട്ടി ആവും. ഓൾ അതർ MLAs become the opposition. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ, in this case the Indian National Congress INC was the major opposition party. അപ്പോ BJP ആണ് റൂളിംഗ് പാർട്ടി, BJP ആണ് സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പൊ അതിന്റെ എതിർ പാർട്ടി ആയിട്ട് ഒപ്പോസിഷൻ പ്രതിപക്ഷമായി മാറിയത് ആരാണ് മക്കളെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലെ. സിൻസ് ഇറ്റ് ഹാഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് MLA as after the BJPക്ക് ശേഷം പറയുകയാണെങ്കിൽ കൂടുതൽ MLAs ഏതിലാണുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് അല്ലെ. ഓക്കെ, ദ ഭാരതീയ ജനതാ പാർട്ടി വിത്ത് 44 MLAs ഹാഡ് ദ മെജോറിറ്റി ആൻഡ് ഇറ്റ് ബിക്കേം ദ റൂളിംഗ് പാർട്ടി. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താ മക്കളെ? ഓൾ അതർ MLAs become the opposition. And third point, in this case the Indian National Congress was the major opposition party since it had the largest number of MLAs after the BJP. ഇതിനു മുമ്പൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ള MLAസിനായിരുന്നു മെജോറിറ്റി. പിന്നെ 2017 ശേഷമാണ് BJP കൂടുതൽ വോട്ട് ഗെയിൻ ചെയ്ത് കൂടുതൽ MLAs വന്നിട്ട് ഇത് റൂളിംഗ് പാർട്ടി ആയിട്ട് മാറിയത് BJP. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. Among the opposition were other parties including those who had been elected as independent കാൻഡിഡേറ്റ്സ് അല്ലെ. ഇപ്പൊ ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടുതൽ ജയിച്ചു വരുന്നത് ഈ ഒപ്പോസിഷൻ പാർട്ടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ കൂടുതൽ ആളുകൾ വന്നിരിക്കുന്ന സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. After the elections, the MLAs belonging to the ruling party will elect their leader who will become the chief minister. അങ്ങനെ ഈ MLAs ഉണ്ടല്ലോ, ഈ മെജോറിറ്റി പാർട്ടിയിലുള്ള MLAs അവരുടെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ അവർ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കും. അതാണ് പറയുന്നത്. ഓക്കെ, among the opposition were other parties also included to opposition party. It includes the independent candidates in other parties. And last point, after the elections, the MLAs belonging to the ruling party will elect their leader who will become the chief minister. Okay, ഇത്
ഉത്തരാഖണ്ഡിലുള്ള ചീഫ് മിനിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് നെയിം ജയറാം. ഓക്കെ, ശ്രീ ജയറാം താക്കൂർ ആണ്. BJP അന്ന് തെരഞ്ഞെടുത്തത് ശ്രീ ജയറാം താക്കൂറിനെയാണ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്തത്. ഓക്കെ, in this case the BJP MLAs choose Sri Jairam Thakur as their leader and become the chief minister. അങ്ങനെ BJP തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്രയും ഭൂരിപക്ഷത്തിൽ അവരെ MLAസിൽ അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ശ്രീ ജയറാം താക്കൂറിനെയാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. അങ്ങനെ ഈ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും then selects other people as ministers. ഏതൊക്കെ ഫീൽഡില് ഏതൊക്കെ വകുപ്പിലുള്ള മന്ത്രിമാരെ ആക്കണം ഇവരുടെ പാർട്ടിയിലുള്ള എലക്ട് ചെയ്യപ്പെട്ട MLAസിന് ചീഫ് മിനിസ്റ്റർ ആണ്, മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക അല്ലെ. After the elections, it is the governor of the state who appoints the chief minister and other ministers. അല്ലെ, എന്താണ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഗവർണർ ആണ് മുഖ്യമന്ത്രിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് മക്കളെ? ഗവർണർ ആണ് അല്ലെ. ഓക്കെ, അപ്പോ ഇൻ ദിസ് കേസ് ദ BJP MLAs choose ഹിമാചൽ പ്രദേശിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അവിടുത്തെ 2017 ഇലക്ഷൻസിന്റെ റിസൾട്ട് BJPക്ക് ആയിരുന്നു കൂടുതൽ മെജോറിറ്റി കിട്ടിയത്. അവരായിരുന്നു റൂളിംഗ് പാർട്ടി. അപ്പൊ അവര് തന്നെയാണ് സർക്കാർ രൂപീകരിക്കുന്നത്. മറ്റുള്ള പാർട്ടീസ് ഒക്കെ ഒപ്പോസിഷൻ പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ അല്ലെ. അപ്പൊ ഇത് കൂടാതെ പ്രതിപക്ഷത്തില് ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ BJPയില് MLAസിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ആളെ അവർ ലീഡറാക്കി മാറ്റുന്നു, ചീഫ് മിനിസ്റ്റർ ആക്കി മാറ്റുന്നു. അങ്ങനെ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഈ മിനിസ്റ്റേഴ്സിനെയും ചീഫ് മിനിസ്റ്ററിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗവർണർ ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. The chief minister and other ministers have the responsibility of running various government departments or ministries എന്നാണ് പറയുന്നത്. ഈ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമാണ് വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നടത്താനുള്ള അല്ലെ, റൺ ചെയ്യാനുള്ള അല്ലെ അവകാശമുള്ളത് അല്ലെ, റെസ്പോൺസിബിലിറ്റി പവർ ഉള്ളത് നമ്മുടെ ചീഫ് മിനിസ്റ്ററിനും ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനുമാണ്. അതുപോലെ തന്നെ എല്ലാ മിനിസ്റ്റേഴ്സും ഒരു ഓഫീസിലാണോ ഇരിക്കുക? വ്യത്യസ്ത വകുപ്പിലുള്ള മിനിസ്റ്റേഴ്സ് മന്ത്രിമാർ വ്യത്യസ്ത ഓഫീസിൽ, ഡിഫറെന്റ് ഓഫീസിലാണ്, സെപ്പറേറ്റ് ഓഫീസിലാണ് അവർ ഇരിക്കാറ് അല്ലെ. ഓക്കെ, ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് have the responsibility of running അല്ലെ. ഏത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും നടത്താനുള്ള പവർ നമ്മുടെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദേ ഹാവ് സെപ്പറേറ്റ് ഓഫീസസ്. അവർക്ക് എന്തുണ്ട്? സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഫീസസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, the chief minister and other ministers have the responsibility of running various government departments or ministries. And second point എന്താണ്? They have separate offices too എന്നാണ് പറയുന്നത്. ഈ മിനിസ്റ്റേഴ്സിന് സെപ്പറേറ്റ് ഓഫീസസ് ആണ്, ചീഫ് മിനിസ്റ്ററിന് സെപ്പറേറ്റ് ഓഫീസ് ആണ് അല്ലെ മക്കളെ. ഓക്കെ, പിന്നെ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? A legislative assembly is a place where all other MLAs, whether from the ruling party or from the opposition, meet to discuss various things അല്ലെ. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭ എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് എല്ലാ MLAസും എല്ലാ പ്രതിപക്ഷ മന്ത്രിമാരും എല്ലാവരും ഒത്തുകൂടിയിട്ട് പല പല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലെ. ഓക്കെ, second point, hence some MLAs have dual responsibilities and one as an MLA and other as a minister. ചില എന്താ പറയാ MLAസിന് രണ്ട് പവേഴ്സ് കൊടുക്കും, രണ്ട് അധികാരങ്ങൾ. ഒന്ന് വെച്ചാൽ ഒന്ന് ആ മണ്ഡലങ്ങൾ എവിടെ നിന്നാണ് അവർ ജയിച്ചു പോകുന്നത് ആ നാടിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള പ്രോബ്ലംസ് അവരിവിടെ വന്നിട്ട് ഡിസ്കസ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ മിനിസ്റ്റർ എന്ന നിലയിൽ ഇപ്പൊ ടൂറിസം വകുപ്പ് കൊടുക്കുകയാണ്, ആരോഗ്യം വകുപ്പ് കൊടുക്കുകയാണ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടി അവർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? മക്കള് പറഞ്ഞേ, ഇറ്റ് ഈസ്
a place where all the other it is the place where all the MLAs, whether from the ruling party or from the opposition party, to discuss various things. And second point, hints some MLAs have dual responsibility as an MLA and the other as a minister. പിന്നെ മക്കൾക്ക് അറിയാം ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം ഒരു MLA ഇട്ടാണ് അതിന് കുറെ പേര് എതിരഭിപ്രായം അതിനെ അനുകൂലിക്കുന്ന അഭിപ്രായവുമായിട്ട് വന്ന് പറയും. നമ്മൾ ചാനലിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിബേറ്റ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്തൊക്കെ ടൈപ്പ് ഓഫ് ചർച്ചകളാണ് അവിടെ നടക്കാറുള്ളത് നിയമസഭയിൽ എന്ന് നമുക്ക് നോക്കാം അല്ലെ. സാധാരണ ദിസ് അസംബ്ലി വാസ് ഗോയിങ് ടു ഹാവ് ഡിബേറ്റ് ഓൺ എ കറന്റ് പ്രോബ്ലം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അവരവിടെ ചർച്ച ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ്, റൂളിംഗ് പാർട്ടിക്ക് ഒരു എന്തായിരിക്കും, അവർക്ക് ഒരു അഭിപ്രായമായിരിക്കും ഉണ്ടാവുക, ഓപ്പോസിഷൻ പാർട്ടിക്ക് അതിന്റെ എതിർ അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡ്യൂറിങ് ദിസ് ടൈം MLAs can express their opinions അല്ലെ. എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം വരുമ്പോ, ഒരു പ്രോബ്ലം അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ MLAസിനും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ഇഷ്യൂ ഓർ ഗീവ് സജഷൻ. അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം മറ്റുള്ളവരോട്. അതുപോലെ തന്നെ കുറെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യാമെന്നാണ് പറയുന്നത്. about what should be done by the government. ഇനി മുന്നോട്ട് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഡിസ്കസ് ചെയ്യും അല്ലെ. പിന്നെ ഇപ്പൊ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ആർക്കും അല്ലെ റെസ്പോണ്ട് ചെയ്യാം. those who wish to can respond to this. The minister then replies to the questions and tries to assure the assembly that adequate steps are being taken. അപ്പൊ എന്ത് ചെയ്യും, ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് എന്ത് പറയും, ഞങ്ങൾ കറക്റ്റ് മെഷേഴ്സ്, ആഡ്ക്വേറ്റ് മെഷേഴ്സ് അല്ലെ, അതിന് തക്കതായിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ ചെയ്തിരിക്കുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്യും. ചിലപ്പോൾ അത് കച്ചറയായിട്ട് പ്രതിപക്ഷം ഇറങ്ങി പോകുന്ന കാഴ്ചകൾ മക്കൾ ചാനൽസിൽ കാണാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഡിബേറ്റ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ കുറിച്ചാണ് അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദിസ് അസംബ്ലി വാസ് ഗോയിങ് ടു ഹാവ് എ ഡിബേറ്റ് ഓൺ എ കറന്റ് problem. And second point, during this time MLAs can express their opinions and also ask questions related to the issue or give suggestions about what should be done by the government. പിന്നെയോ ലാസ്റ്റ് പോയിന്റ് എന്താണ്, those who wish to can respond to this. The minister then replies to the questions and tries to assure the assembly that adequate steps are being taken. Okay, ഇനി നമ്മൾ ഇപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹിമാചൽ പ്രദേശിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏത് സ്റ്റേറ്റിന്റെയാ മക്കളെ, ഉത്തരാഖണ്ഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഉത്തരാഖണ്ഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ പിക്ചർ. അവിടെ എങ്ങനെയാണ് ഡിസ്കഷൻസ് നടക്കാറ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, the chief minister and other ministers have to take decisions and run the government അല്ലെ. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമാണ് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള പവർ ഉള്ളത് അല്ലെ. We usually hear about them or see them in the news channels or in the papers. നമ്മൾ ഈ മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായങ്ങള്, മറ്റു മന്ത്രിമാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഏതിലൂടെയാണ് കാണാറുള്ളത്, ഒരു ഫസ്റ്റ് വൺ ന്യൂസ് ചാനൽസിലൂടെ കാണാറുണ്ട്, അതുപോലെ തന്നെ പേപ്പേഴ്സിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മൾ കാണാറുള്ളത് അല്ലെ. പിന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ, however whatever decisions are being taken have to be approved by the members of legislative assembly. ഗവൺമെന്റ് എടുക്കുന്ന എന്ത് നിലപാടും എന്ത് ചെയ്യണം, മറ്റുള്ള മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാല് മറ്റുള്ളവരുടെ ഇതാക്കാതെ, എന്ന് വെച്ചാൽ അവർ പറയുന്ന ഡിസിഷൻസ്, ഗവൺമെന്റ് പറയുന്ന ഡിസിഷൻസ് ഒക്കെ അവർക്ക് അപ്രൂവ് ചെയ്യേണ്ടി വരും അല്ലെ. ഓക്കെ, ചിലപ്പോ അതിനെതിരെ കുറെ സമരങ്ങളും ഇതൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ ഗവൺമെന്റ് ഒരു തരത്തിലും അതിൽ നിന്ന് ചേഞ്ചബിൾ ആവില്ല അല്ലെ. ഓക്കെ, ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഹാവ് ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് ദാൻ ദി ഗവൺമെന്റ്. അവർക്ക് പല നിലപാടും എടുക്കേണ്ടി വരും ഗവൺമെന്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നടത്താൻ വേണ്ടിയിട്ട്. We usually hear about them or see them in the news channels or in the papers. അവർ എടുക്കുന്ന പോളിസീസ് അത് ചിലപ്പോൾ ജനങ്ങൾക്ക് എതിരെ ആയിട്ടുള്ളതാവാം അല്ലെ. ഓക്കെ, അതൊക്കെ നമ്മൾ എല്ലാ ഇഷ്യൂസും നമ്മൾ അറിയുന്നത് എന്തിലൂടെയാണ് മക്കളെ, ന്യൂസ് ചാനൽസിലൂടെയോ അല്ലെങ്കിൽ പേപ്പേഴ്സിലൂടെയാണ്.
Okay, however, whatever decisions are being taken have to be approved by the members of the legislative assembly. എന്ത് ഡിസിഷൻ ആണോ ഗവൺമെന്റ് എടുക്കുന്നത് അതിനെ അപ്രൂവബിൾ ആയിട്ട് നിൽക്കാനേ പറ്റുള്ളൂ അല്ലെ. കുറെ പേര് അഗെയിൻസ്റ്റ് ആയി വരികയും അതിനെതിരെ സ്ട്രൈക്ക് വന്നിട്ട് ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ചില ഡിസിഷൻസ് ഗവൺമെന്റ് മാറ്റാറില്ല. ഓക്കെ, അങ്ങനെ പ്രതിപക്ഷത്തിന് ഈ ഒരു ഗവൺമെന്റ് എടുക്കുന്ന നിലപാടില്ല തെറ്റ് തെറ്റ് ഉണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? ഇൻ എ ഡെമോക്രസി ദിസ് മെമ്പേഴ്സ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അല്ലെ. അവർക്ക് എന്ത് ചെയ്യാം? അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെ. അതാണ് ക്വസ്റ്റ്യൻ ഹവർ എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെയുണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ഒരു ഡിബേറ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ്. ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഡിബേറ്റ് സംവാദം നടത്താറുണ്ട് അല്ലെ. And decide where money should be spent. ഏത് ഡെവലപ്മെന്റിന് വേണം കറക്റ്റ് ആയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാൻ. ദേ ഹാവ് ദ മെയിൻ അതോറിറ്റി. എല്ലാവരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ലോ അപ്രൂവബിൾ അല്ലെ, ഗവർണറിന്റെ സൈൻ ഇട്ടിട്ടാണ് അവിടെ ഒരു ലോ അല്ലെങ്കിൽ ബില്ല് പാസ്സാവുക എന്ന് മക്കൾക്ക് അറിയില്ലേ. ഓക്കെ, ഇൻ എ ഡെമോക്രസി ദ മെമ്പേഴ്സ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. എല്ലാം എന്താണ് അപ്രൂവ് ചെയ്യാനൊന്നും മെമ്പേഴ്സിന് പറ്റിയെന്ന് വരില്ല. അതിൽ എഗെയിൻസ്റ്റ് ഉണ്ടാവും, ഫോർ ഉണ്ടാവും അല്ലെ. Debate is an important issue and to decide where money should be spent. Correct ആയിട്ട് പൈസ ഏതില് സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത്. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഹു ഇസ് എൻ MLA. ആരാണ് മക്കളെ MLA എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് MLA ഫുൾ ഫോം പറഞ്ഞേ മക്കൾ പറഞ്ഞേ. ഇറ്റ് ഈസ് members of the legislative assembly. അവരെ ആരാണ് എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് elected, they were elected by the people അല്ലെ. പിന്നെ അവരെന്താവും? they become the members of legislative assembly and they form the government അല്ലെ, ഗവൺമെന്റ്. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ ഉള്ളത്? ആണല്ലേ. ഈ എവറി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ഓക്കെ, പിന്നെ ഈച്ച് സ്റ്റേറ്റ് പല മണ്ഡലങ്ങളായിട്ട് പല ഡിവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളത്. അത് നമ്മൾ ഹിമാചൽ പ്രദേശിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് ഇസ് ഡിവൈഡഡ് ഇൻടു 68 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന മക്കളെ? ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു 3 ഓർഗൻസ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഹെഡ് ആരാണ്? ഗവർണർ ആണ് അല്ലെ. ലെജിസ്ലേഷന്റെ 2 ടൈപ്സ് ഏതൊക്കെയാ മക്കളെ? മക്കൾ പറഞ്ഞേ ഏതൊക്കെയാണ് ലെജിസ്ലേഷന്റെ 2 ടൈപ്സ്? ഇറ്റ് ഈസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്മൾ കാൻഡിഡേറ്റ്സിനെ എലക്ട് ചെയ്യുന്നത് മെയിൻലി ഇലക്ഷൻ ത്രൂ ആണ് അല്ലെ. ഓക്കെ, എക്സിക്യൂട്ടീവിലെ ഹെഡായിട്ട് ഗവർണർ, ചീഫ് മിനിസ്റ്റർ, അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ജുഡീഷ്യറിലെ മെയിൻ ഹെഡ് ഇറ്റ് ഈസ് മെയിൻലി ആരാണ്? ഇറ്റ് ഈസ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ജഡ്ജ് ആവാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ മെയിൻലി നോക്കുമ്പോൾ അവിടെ ലീഡർ എന്താണ്? കളക്ടേഴ്സ് ആണ് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാൾ റെപ്രസെന്റ് ചെയ്യുന്ന ആളുണ്ടാവും അല്ലെ. അവരെ ആ ഒരു ആളുകളെ എന്താ ലീഡർഷിപ്പില് അല്ലെങ്കിൽ അവരുടെ ഇതില് എലക്ട് ചെയ്തിട്ട് ഈ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകുന്ന മെമ്പേഴ്സ് ഉണ്ട്, MLAs അല്ലെ. ഓക്കെ, അപ്പോ ഒരു MLA എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ കുറെ MLAക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ ആ ഒരു പാർട്ടി എന്തായി മാറുന്ന നമ്മൾ പറഞ്ഞത്? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള കൂടുതൽ മെമ്പേഴ്സിന് നല്ല മെജോറിറ്റി കിട്ടുകയും അപ്പൊ ആ ഒരു പാർട്ടീനെ പറയുന്നത് മെജോറിറ്റി പാർട്ടി ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള പാർട്ടീസിന് പറയുന്ന പേരെന്താണ്? ഒപ്പോസിഷൻ പാർട്ടി എന്നാണ് അല്ലെ. അപ്പൊ ഈ മെജോറിറ്റി പാർട്ടിക്ക് മറ്റൊരു പേരും ഉണ്ട്, അവർ തന്നെയാണ് ഗവൺമെന്റ് ഫോം ചെയ്യുക. ദേ ഇസ് ഓൾസോ നോൺ ആസ് റൂളിംഗ് പാർട്ടി. ഓക്കെ, പിന്നെന്താണ്? 2017 ഹിമാചൽ പ്രദേശിന്റെ ഇലക്ഷൻ ബേസ്ഡ് അപ്പോൺ എത്ര മെമ്പേഴ്സ്, എത്ര MLAs ആണ് ഹിമാചൽ പ്രദേശിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്? 68 MLAs ആണ് അല്ലെ. അപ്പൊ സാധാരണ ഒരു മെജോറിറ്റി പാർട്ടി ആവണമെങ്കിൽ അവിടെ എത്ര MLAs ജയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്? 34 MLAs എങ്കിലും ജയിച്ചിരിക്കണം. പക്ഷേ BJP എത്ര MLAs ഉണ്ടായിരുന്നു? BJP ആയിരുന്നു അന്നത്തെ 2017 ഇലക്ഷൻ ഹിമാചൽ പ്രദേശിൽ ഭൂരിപക്ഷം കിട്ടിയത്. 44 MLAs ആണ് അവർ ജയിച്ചത്. 21
Indian National Congress and 3 others also, independent candidates. Okay. അപ്പോ BJP ആയിരുന്നു അന്ന് 44 MLAs അവരായിരുന്നു റൂൾ ചെയ്തത് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഏത് പാർട്ടിക്കാണ് ഭൂരിപക്ഷം അവര് തന്നെ അവരെ MLAസിന് ഇതില് ആർക്കാണ് ഭൂരിപക്ഷം ഉള്ളത്, ഏത് ആൾക്കാണ് ഭൂരിപക്ഷം ഉള്ളത് അവരെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ഈ ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് മക്കളെ? നമ്മുടെ ഗവർണർ ആണ് അല്ലെ. ഓക്കെ. അങ്ങനെ അവർ ഹിമാചൽ പ്രദേശത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയായിരുന്നു? ശ്രീ ജയറാം ഠാക്കൂറിനെ ആയിരുന്നു അല്ലെ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ചീഫ് മിനിസ്റ്റർക്കും ആൻഡ് അതർ MLAs ഓൾസോ ഹാവിങ് സെപ്പറേറ്റ് ഓഫീസസ്. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഫീസസ് ആണ്, എല്ലാവരും ഒരു ഓഫീസിലല്ല അവരുടെ പവേഴ്സ് നിറവേറ്റുന്നത് എന്നും പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഡിബേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഡിബേറ്റ് എന്ന് പറയുമ്പോൾ കറന്റ് പ്രോബ്ലത്തിനെ കുറിച്ച് ഡിബേറ്റ് ആവാം, അല്ലെങ്കിൽ സ്പെസിഫിക് കോൺസ്റ്റിറ്റ്യുവൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതാവാം അല്ലേ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഉത്തരാഖണ്ഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ കുറിച്ചാണ്. ഈ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് ഓൾസോ ടു റൺ ദ ഗവൺമെന്റ് അല്ലെ. അപ്പൊ ഇവരെ എടുക്കുന്ന പോളിസീസ് ലോസ് ഒക്കെ നമ്മൾ എങ്ങനെയാ അറിയുന്നത്? ത്രൂ ന്യൂസ് ചാനൽസ് ഓർ പേപ്പേഴ്സ് അല്ലെ. അപ്പോൾ ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ലോസ് ആൻഡ് പോളിസീസ് എല്ലാം പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതാവില്ല. അവരെന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ഹവറിലൂടെ അല്ലെ ഡിബേറ്റിലൂടെ അവരുടെ ഡിസപ്രൂവൽ അവരെന്ത് ചെയ്യും? പറയും അല്ലെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് അബൌട്ട് ഈ ഒരു ഡിബേറ്റ് അല്ലെ, എങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇങ്ങനെ ഡിബേറ്റ് നടക്കുന്നത്. ഓരോ MLAസും ഓരോ ഒപ്പീനിയൻസ് പറയും. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ നേതൃത്വത്തിലാണല്ലോ അവര് MLAs ആയിട്ട് അവിടെ എലക്ട് ചെയ്യപ്പെട്ട. അപ്പോൾ അവരുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങള് പ്രശ്നങ്ങളൊക്കെ അവരവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. Thank you.